ഇതാണ് ആനക്കാട്. ആനക്കാടെന്ന് കേട്ട് ധാരാളം ആനകളുണ്ടെന്നൊന്നും കരുതരുത്. ഈ ആനക്കാട്ടിൽ ആകെ ഒരു ആനയേ ഉള്ളൂ, പാപ്പച്ചി. ആനക്കാട്ടിൽ പാപ്പച്ചി. പാപ്പച്ചിക്ക് അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മയില്ല. അവൻ അവിടെ കൂട്ടുകൂടാൻ മറ്റാനകളുമില്ല. അതുകൊണ്ട് തന്നെ ആനക്കാട്ടിലെ മൃഗങ്ങളുമായി അവന് വലിയ ചങ്ങാത്തമുണ്ടായിരുന്നു. രാവിലെ എന്തുണ്ട് വിശേഷം? നിനക്ക് ആവശ്യത്തിന് മാമ്പഴങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ടുണ്ടേ, എനിക്ക് ആവശ്യത്തിന് മാമ്പഴങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പാപ്പച്ചി. അതിലവന് വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദിവസവും രാവിലെ എഴുന്നേറ്റ് അവൻ ചക്കക്കാട്ടിലേക്ക് പുറപ്പെടും. ചക്കക്കാട്ടിൽ നിറയെ പ്ലാവുകളുണ്ട്. അവിടുത്തെ ചക്കകൾക്ക് തേൻ മധുരമായിരുന്നു. ആനക്കാട്ടിൽ പാപ്പച്ചിക്ക് അവ വളരെ ഇഷ്ടമായിരുന്നു. ചക്കകൾക്ക് തേൻ മധുരമാണെങ്കിലും അതിൽ നിറയെ ചക്കയിരക്ക് ഉണ്ടായിരുന്നു. ചക്കക്കാട്ടിലേക്ക് പോകുന്ന വഴി ഒരു നദി കടന്നു വേണം പോകാൻ. ആനക്കാട്ടിലെ എല്ലാ മൃഗങ്ങളും വെള്ളത്തിനു വേണ്ടി ആ നദിയെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ ചക്കകൾ വളരെ മധുരം തന്നെയാണ്, പക്ഷേ ഈ കറ അതെന്നെ വല്ലാതെ മടുപ്പിക്കുന്നു. ഒരു ദിവസം പാപ്പച്ചി പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് നദി കടന്ന് ചക്കക്കാട്ടിലേക്ക് പോയി. അവൻ അവിടെ ചക്കപ്പഴം കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ അതാ ഇലകൾക്കിടയിൽ ഒരനക്കം. ആരാത്? ഇക്രു സർപ്പമാണോ? നീ കരിയിലയിൽ പതുങ്ങി നിൽക്കാതെ പുറത്തേക്ക് വാ. ഞാൻ ഇക്രുവല്ല, ഞാൻ ചേനൻ മുതലയാണ്. ഞാൻ ഈ കാട്ടിൽ ആദ്യമായിട്ടാണ്. എനിക്ക് നിന്റെ സഹായം വേണം. ഒരു മുതലയെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. നിനക്ക് വസിക്കാൻ പറ്റിയ ഒരു നദി കുറച്ചകലെയുണ്ട്. ഞാൻ നിനക്ക് കാട്ടിത്തരാം. അത് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കാനിരുന്നത്. ഞാൻ വസിച്ചിരുന്ന നദി വറ്റിപ്പോയി. എനിക്ക് പുതിയൊരു വാസസ്ഥലം വേണം. പാപ്പച്ചി ചേനൻ മുതലയ്ക്ക് നദി കാട്ടിക്കൊടുത്തു. അവന് അവിടെയെല്ലാം പരിചയപ്പെടുത്തി. അടുത്ത പ്രഭാതത്തിൽ പുതിയ അതിഥിയെ കണ്ട് മറ്റു മൃഗങ്ങളൊക്കെ അമ്പരന്നു. എന്തൊരു ജീവിയാണത്! അമ്മേ, പിന്നെ വരാം. നീ ആരാ? നീയല്ലേ ഡൈനോസർ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ. അയ്യോ, ഞാൻ ഡൈനോസർ ഒന്നുമല്ല, ഞാനാണ് മുതല. ഞാൻ ഈ നദിയിൽ സ്വസ്ഥമായി കഴിഞ്ഞുകൊള്ളാം. നിങ്ങളെ ആരെയും ശല്യം ചെയ്യുകയില്ല. വലിയ ജീവികളോട് അവൻ മര്യാദയ്ക്ക് സംസാരിച്ചിരുന്നെങ്കിലും ചെറിയ ജീവികളോട് അങ്ങനെ ആയിരുന്നില്ല. ഡേയ്, നീങ്ങി വാ, നമുക്കിവിടെ മിണ്ടിയും പറഞ്ഞും ഇരിക്കാം. ഞാൻ വരൂല. വാടാ ഇവിടെ. ഒരു ദിവസം അതിരാവിലെ ആനക്കുട്ടി കിടന്നുറങ്ങുമ്പോൾ ചെറുമൃഗങ്ങൾ അവനെ കാണാനെത്തി. പാപ്പച്ചി, നീ ഞങ്ങളുടെ ഒരു സുഹൃത്താണെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. അതെ, അതങ്ങനെ തന്നെയാണ്. അതിന് മാറ്റമുണ്ടാവുകയുമില്ല. നീ എത്ര വലിയ അപകടമാണ് ഞങ്ങൾക്ക് വരുത്തിയതെന്ന് നോക്കൂ. നീ ഇവിടെ കൊണ്ടുവന്ന ചേനൻ മുതല വളരെ അപകടകാരിയാണ്. അത് നിങ്ങൾ വെറുതെ പറയുകയാണ്. നദിക്കരയിലെ പുല്ല് തിന്ന് ജീവിക്കുന്ന ഒരു പാവമാണ് ചേനൻ മുതല. നീ കരുതുന്നത് പോലെ അല്ല ആനപ്പാപ്പച്ചി. അവൻ ദുഷ്ടനാണ്. അവൻ മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പെട്ടെന്ന് തല പുറന്തോടിനുള്ളിലേക്ക് വലിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഓഹോ, അങ്ങനെയോ? എങ്കിൽ ഞാൻ തന്നെ ഇതിന് പരിഹാരം കാണാം. ഹലോ ചേന, സുഖമാണോ? ചില കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഒന്നും പറയണ്ട ആനപ്പാപ്പാനെ, പാപ്പച്ചിയാനെ. ചില മൃഗങ്ങളൊക്കെ ശല്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ ടുട്ടുമുയൽ ഒരു കടി, മെനയാന്ന് ടിറ്റുമാൻ ഒരു മാന്ത്. പിന്നെ ഞാനെല്ലാം സഹിച്ച് അങ്ങനെ പോകുന്നു. അതിനിടയ്ക്കാണ് ചിലരുടെ കുത്തുവാക്കുകൾ.
പാപ്പച്ചി ചക്കക്കാട്ടിലേക്ക് പോകുന്ന വഴി ടുട്ടുമുയൽ മുറിവ് പറ്റി കിടപ്പുണ്ടായിരുന്നു. അയ്യോ വയ്യ, മുറിവ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് നേരെ നടക്കാൻ. ആ ചേനൻ മുതല കടിച്ചതാണ്. ഒരു കണക്കിനാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടത്. ഇതിനെല്ലാം കാരണം നീയാണ്. ടുട്ടു, ആ ശല്യം ഉടനെ തന്നെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്, നോക്കിക്കോ. ആന നേരെ ചക്കക്കാട്ടിലേക്കെത്തി. അവൻ കിട്ടാവുന്ന പച്ചച്ചക്ക മുഴുവൻ പറിച്ചുകൂട്ടി. ശേഷം അവ പൊട്ടിച്ച് ചുള മുഴുവൻ എടുത്തു കളഞ്ഞു. കറ മുഴുവൻ ഒരു ചക്കക്കുള്ളിലേക്ക് ശേഖരിച്ചു. അവൻ അതുമായി നദിക്കരയിലേക്ക് പോയി. ഇതാ ചേനൻ മുതലേ, നിനക്കൊരു സമ്മാനം, ഒരു മുഴുത്ത ചക്ക. അത് പിന്നെ എന്റെ വയറിന് നല്ല സുഖമില്ല. എനിക്കറിയാം നീ പുല്ലും പച്ചക്കറിയും പഴങ്ങളും മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന്. പക്ഷേ ദേ, ആ കരയിൽ നിൽക്കുന്നവർക്ക് അത് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. നീ ആ ചക്ക തിന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. അപ്പോ നിർബന്ധമാണല്ലേ? ശരി, ഞാൻ തിന്നാമല്ലേ? ശരി. മടിച്ചു മുതല ചക്ക കടിച്ചു തിന്നാൻ തുടങ്ങി. ചക്കയരക്ക് വായിൽ നിറഞ്ഞ മുതലയുടെ വായ ഒട്ടിപ്പോയി. അവന് തനിക്ക് പിണഞ്ഞ അമളി മനസ്സിലായി. അവിടെ നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടു.